ഗുഡ് ഈവനിങ് ഒക്കെ പറയാം കേട്ടോ. ഉറക്കെ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. താങ്ക് യു. അപ്പോ ഞാൻ വിളിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആളെയാണ്. ഹാസ്യവും അഭിനയവും അനുകരണവും മാത്രമല്ല, പാട്ടും തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തെളിയിച്ച ഒരു കലാകാരൻ. ഒരു പാട്ട് പാടി നിങ്ങളോട് കൂട്ടുകൂടാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം ടിനി ടോം. ടിനി ചേട്ടാ, നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ. കൈയടിക്കൊന്നും ശബ്ദം പോരാൻ തോന്നുന്നു. ഈ കൈയടി മതിയോ ടിനി ചേട്ടാ? ഓക്കെ, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ടിനിച്ചേട്ടാ, നമ്മുടെ 24 ലോഞ്ച് ചെയ്തപ്പോൾ ഒരു ക്രിസ്മസ് ദിനത്തിലെ ഉറങ്ങിക്കിടന്ന ടിനിച്ചേട്ടനെ വിളിച്ച് ലൈവ് കയറ്റി ഒരു ശല്യം ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ടിനിച്ചേട്ടന്റെ അടുത്തേക്ക് തന്നെ വന്നേക്കാണ്. ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുന്നതാണല്ലോ 24ന്റെ പരിപാടി. അതെ, ഉറക്കം നടിച്ചു കിടക്കുന്നവരെയും ഞങ്ങൾ ഉണർത്തും. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അങ്ങും ഇങ്ങും, അതായത് തെക്കും വടക്കും അതിനിടയ്ക്കൊക്കെ ഉള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട്. അത് കേരളത്തിന്റെ ഒരറ്റം മുതല് അതെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞാൽ തിരുവനന്തപുരം, പേട്ട, മുരിക്കുമ്പുഴ, ചിറങ്കീഴ്, കടക്കാവൂർ, വർക്കല, പരവൂര്, കൊല്ലം, മണ്ടൂതിരുത്ത്, ശാസ്താംകോട്ട, കരുനാപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂര്, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, പിറവം, തൃപ്പൂണിത്തുറ, കൊച്ചി, എറണാകുളം, എടപ്പള്ളി, ആലുവ, ചൊവ്വര, അങ്കമാലി, കറുകുറ്റി, കൊരട്ടി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, മുള്ളൂക്കര, പുതുകാട്, ഒല്ലൂര്, തൃശ്ശൂർ, പാലക്കാട്, പൊൻകുന്നം, ഷൊർണൂർ, ഒറ്റപ്പാലം, ലക്കിടി, മങ്കര, പറളി, ഒലവക്കോട് തൊട്ട് കാസർഗോഡ് വരെ. എന്റെ അമ്മ, ഒരു വലിയ കൈയടി. കണ്ടോ? അവര് ഈ കയ്യടി ചോദിച്ചു മേടിക്കലാണ് ഏറ്റവും മോശം പരിപാടി. നമ്മള് അപ്പൊ അത് അവര് തന്നോളൂ. അതെ അല്ലേ? അപ്പൊ അത് കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പൊ ഈ വഴി പോകുന്ന ബസിന്റെ കാര്യമാണോ പറയാനെന്ന്? അല്ല, ഏതെങ്കിലും സ്ഥലം വിട്ടുപോയിട്ടുണ്ടോ? ഏതെങ്കിലും സ്ഥലം ടിനിച്ചേട്ടൻ വിട്ടുപോയിട്ടുണ്ടോ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ളതിൽ? ഊളംപാറ, കണ്ണൂർ, പറയാൻ വിട്ടുപോയ എല്ലാ സ്ഥലം ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അതെ, ഒന്നും വിട്ടുപോയിട്ടില്ല. അപ്പൊ ടിനിച്ചേട്ടാ, വേറൊരു കാര്യം, നമ്മുടെ ശ്രീകണ്ഠൻ സാറിന്റെ കൂടെ ഈ ടോം ആൻഡ് ജെറിയില് ഈ ടോമിനെ ജെറി പിന്തുടരുന്ന പോലെ, അല്ലെ ജെറിയെ ടോം പിന്തുടരുന്ന പോലെ, ഇങ്ങനെ പോകുന്ന എല്ലാ വഴിയിലും ടിനിച്ചേട്ടനെ കാണാൻ പറ്റില്ല. എന്താ അതിന്റെ കാര്യം? അത് ശ്രീകണ്ഠൻ സാർ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഞാൻ ഇന്ന് പോലെ ജഡ്ജായിട്ട് ഇരുത്തുകയെന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റിലായിരുന്നപ്പോൾ അവിടെ ഇരുത്തിയിട്ട് പുള്ളി മനോരമയിലേക്ക് പോയി. പുള്ളി ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമല്ലോ, ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ അവിടെ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ പുള്ളിയുടെ പിന്നാലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്ത് അവിടെ നിന്നും പോയി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, പുതിയൊരു ചാനൽ തുടങ്ങാണ്, ഫ്ലവേഴ്സ്. അപ്പോൾ ഈ ചെടി ഇവിടെ കുഴിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുമോ, അല്ലെങ്കിൽ പറിച്ച് മാറ്റി നടുവെന്ന് വെച്ചപ്പോൾ ഇല്ല, ഇത് നമ്മുടെ ചാനലാണെന്ന് പറഞ്ഞു. പിന്നെ വന്ന് കൂടിയിട്ട് ഞാനങ്ങും പോയിട്ടില്ല. അപ്പൊ ആ സാറുള്ള ഫ്രെയിമിലെല്ലാം ഇങ്ങനെ വന്നങ്ങ് കേറുക. അതെ. അപ്പൊ എന്തായാലും അതിൽ വളരെ സന്തോഷം. നമ്മുടെ ഏറ്റവും പ്രശസ്തമായ ഷോ ആണല്ലോ കോമഡി ഉത്സവം. ഒരു ജനകീയമായ ഷോ ആണ്. ഇപ്പൊ ചേട്ടൻ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. അല്ല, അതിന് മുമ്പ് എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ എവറി മാൻ ഈസ് ആൻ ആർട്ടിസ്റ്റ് എന്ന് തെളിയിച്ചൊരു പ്രോഗ്രാമാണ് കോമഡി ഉത്സവം. പ്രത്യേകിച്ച് 24ഉം ഫ്ലവേഴ്സും. ആദ്യം തന്നെ ശ്രീകണ്ഠൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ചാനൽ ഓഫീസ് വിത്തൗട്ട് ബോസ് ആണെന്നാണ് പറഞ്ഞത്. അതായത് ബോസ് ഇല്ല, അങ്ങനെ ഒരു സ്ഥാപനം ലോകത്തില്ല. അപ്പം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്തും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മിഥുനും ഞാനും കൂടിയൊക്കെ തുടങ്ങുമ്പോൾ, അന്ന് മിഥുലും ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങും. ഇങ്ങനെ ഒരു പരിപാടിയാണ്, അതൊരു ഇന്നോവേറ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് സ്വീകരിച്ചു. സാറ് സ്വീകരിച്ചതോടൊപ്പം ലോകത്തിലെ എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈവൻ വലിയ എ.ആർ. റഹ്മാനെ പോലുള്ളവർ ട്വീറ്റ് ചെയ്യുന്ന പ്രോഗ്രാം വരെ ആയി മാറി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസമാണ് അതിൻ്റെ എക്സാമ്പിൾ. ഈ സംസ്ഥാന സമ്മേളനം നടത്തുന്ന നമ്മുടെ പ്രേക്ഷകരുടെയാണ്, അവരെ വെച്ചിട്ടാണ് ഈ ഷോ പോകുന്നത്. എവറി മാൻ ഈസ് ആൻ ആർട്ടിസ്റ്റ് എന്ന് നമ്മൾ തെളിയിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കലയുടെ അംശമുണ്ട്. പക്ഷെ അത് നിങ്ങൾ തയ്യാറാവണം ഇങ്ങോട്ട് കയറാൻ. ഇവിടെ വരാൻ ധൈര്യമുള്ളവൻ അവസരം കൊടുക്കുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ, എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ചാനലല്ല ഫ്ലവേഴ്സ്. എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ഒരു ചാനലാണ്. അതിൻ്റെ ഒരു പ്രാർത്ഥന തന്നെയാണ് വളരെ പെട്ടെന്നുള്ള 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും വളർച്ച എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ നിങ്ങൾ വളർത്തിയൊരു ചാനലാണ്. അപ്പോൾ ശ്രീകണ്ഠൻ സാറ് പറഞ്ഞ് ഇന്ന് ഇവിടെ ഒരാഘോഷമാക്കാൻ, ഇതിപ്പോൾ നമ്മൾ കല്യാണ വീട് പോലെയാണ്. നമ്മൾ ഞാനെന്നോ നിങ്ങളൊന്നോ അല്ല, നമ്മൾ ഒരുമിച്ചൊരു ആഘോഷമാണ്.